16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. രാവിലെ 9 മണിക്ക് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോടെം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 5-ന് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഇന്ന് 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിനാണ് തുടക്കമാകുന്നത്. ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? സുധീഷ് ഷിഹാസ്, 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള MLA-മാരുടെ സത്യപ്രതിജ്ഞ എന്ന ഒരു രാഷ്ട്രീയ പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിന്. ഇന്ന് 139 MLA-മാരാണ് നിയമസഭയിൽ സത്യവാചകം ചൊല്ലുന്നത്. അത് പ്രോടെം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ MLA-ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 3.5 മണിക്കൂറെങ്കിലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാൻ സമയമെടുക്കും. അത് കഴിഞ്ഞാൽ ഇന്നത്തേക്ക് നിയമസഭാ സമ്മേളനം പിരിയും. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. UDF സ്പീക്കർ പദവിയിലേക്ക് അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുതിർന്ന നിയമസഭാ സാമാജികൻ കൂടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് കൊണ്ടുവരുന്നത്. LDF സ്പീക്കർ പദവിയിലേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുക, അല്ലെങ്കിൽ സ്വാഭാവികമായും തിരഞ്ഞെടുക്കപ്പെടും. ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഷാനിമോൾ ഉസ്മാൻ, ഈ 2 പേരാണ്. സമാനമായി തന്നെ ചീഫ് പദവിയിലേക്ക് അബു ജോസഫും വരുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ നിയമസഭ പിരിയും. നാളെ നിയമസഭ പിരിഞ്ഞാൽ പിന്നീട് 29-നാണ് വീണ്ടും നിയമസഭ ചേരുന്നത്. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞാൽ തൊട്ട് 2 ദിവസം, ശനി ഞായർ ദിവസങ്ങളിൽ നിയമസഭ അവധിയായിരിക്കും. പിന്നീട് തിങ്കളാഴ്ച നിയമസഭ വീണ്ടും തുടങ്ങുമ്പോൾ 1-ാം തീയതി മുതൽ 3 ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിലുള്ള ചർച്ചയായിരിക്കും. അതിനുശേഷം 5-ാം തീയതി ഈ സർക്കാരിൻ്റെ, VD സതീശൻ സർക്കാരിൻ്റെ പ്രഥമ ബജറ്റ് അവതരിപ്പിക്കുക. അത് സമ്പൂർണ്ണ സമ്മേളനത്തിൻ്റെ ഒരു തുടക്കം കൂടിയായി മാറും. സമ്പൂർണ്ണ ബജറ്റ് കൂടിയായിരിക്കും. അന്ന് 5-ാം തീയതി ആയിരിക്കുമെന്നാണ് സൂചന. 2-ാം തീയതി മാത്രമാണ് അത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് നിയമസഭ സെക്രട്ടറിക്ക് ലഭിക്കുകയുള്ളൂ. ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഇതുവരെ 3-ാം തീയതി വരെ നിയമസഭ സമ്മേളിക്കുമെന്ന കലണ്ടർ മാത്രമാണ് പുറത്തിറക്കിയിട്ടുള്ളത്. 5-ന് ബജറ്റ് അവതരിപ്പിക്കുകയാണെങ്കിൽ സഭാ സമ്മേളനം നീണ്ടുപോകും. കാരണം ബജറ്റിന്മേലുള്ള ചർച്ചയുണ്ടാകും. അങ്ങനെ ഏതാണ്ട് 15 ദിവസമെങ്കിലും നിയമസഭാ സമ്മേളനം നടക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ധവളപത്രം സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സർക്കാർ 4-അംഗ സമിതിയെ ധവളപത്രം തയ്യാറാക്കാൻ നിയമിച്ചിട്ടുണ്ട്. ആ സമിതി ധവളപത്രം തയ്യാറാക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പഠനവും പരിശോധനയും തുടങ്ങിക്കഴിഞ്ഞു.